എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എന്നിൽ എൻ്റെ രക്തം പാനം ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. അതെങ്ങനെയാ? ഇപ്പം നമ്മൾ പോയി കുർബാന സ്വീകരിക്കുമ്പോൾ ഈശോ നമ്മിൽ വസിക്കുന്നു. അത് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല. നമ്മളെങ്ങനെ അവനിൽ വസിക്കുന്നു? സിസ്റ്ററെ നേരമില്ല, അല്ലെ ഞാൻ വന്ന് ചോദിച്ചേനെ സിസ്റ്ററിനോട്. അതായത് എങ്ങനെയാ പറഞ്ഞേ? നമ്മൾ കുർബാന സ്വീകരിക്കുമ്പോൾ ചോദ്യം മനസ്സിലായോ അമ്മച്ചിയെ? മനസ്സിലായോ അമ്മച്ചി? ചോദ്യം മനസ്സിലായോ? നമ്മൾ കുർബാന സ്വീകരിക്കുമ്പോൾ ഈശോ നമ്മളിലേക്ക് വരും. അത് നമുക്ക് മനസ്സിലായി. നമ്മൾ എൻ്റെ ശരീരം ഭക്ഷിക്കാൻ രക്തം പാനം ചെയ്യുന്നവൻ അവനിൽ ഞാൻ വസിക്കും. ഈശോ നമ്മളിൽ വന്നു. അത് നമുക്ക് മനസ്സിലാവും. എൻ്റെ സംശയം, നമ്മളെങ്ങനെയാണ് അവനിൽ പോകുന്നത്? പറഞ്ഞേ ഹല്ലേലൂയാ. എനിക്കത് ഒരിക്കലും മനസ്സിലായത് ഒരു ചെറിയ ഉദാഹരണത്തിലൂടെയാണ്. അതിങ്ങനെയാണ്. പന്നി പുല്ല് തിന്നുന്നു. പന്നി പുല്ല് തിന്നുവോ? തിന്നുമായിരിക്കും അല്ലേ? തിന്നുവോ? ഇല്ലേ? അന്ന് ഈ പന്നി പുല്ല് തിന്നുന്ന പന്നിയാണ്. അപ്പൊ പന്നി പുല്ല് തിന്നുന്നു. പന്നി വേണ്ട, പശു പുല്ല് തിന്നുന്നു. പശു പുല്ല് തിന്നു. അപ്പൊ പുല്ല് തിന്നു കഴിയുമ്പോൾ പശു പുല്ല് തിന്നു കഴിയുമ്പോൾ ഇനി പുല്ലെന്തേ? പുല്ലെന്തേ? പുല്ലെന്തേന്ന് ചോദിച്ചപ്പോൾ സിസ്റ്റർ പറഞ്ഞു പുല്ല് പശുവായിട്ട് മാറിയെന്ന് പറഞ്ഞു. ഇല്ലേ? സത്യമല്ലേ ഇത്? പുല്ല് പശുവായിട്ട് മാറി. ആ പശുവിനെ തൊമാപുരത്തെ നമ്മൾ തിന്നു. പശു എന്തിയേ? പശു പോൾസനായിട്ട് മാറി. അപ്പൊ പശു പുല്ല് തിന്നപ്പോൾ പുല്ല് പശുവായി, പശുവിനെ നമ്മൾ തിന്നപ്പോൾ പശു നമ്മളായി. സമ്മതിക്കാവോ? ഇത് സാധാരണ ഒരു ബയോളജിക്കൽ ട്രൂത്താണിത്. ലോവർ ഫോം ഓഫ് ലൈഫ് ഈസ് അസിമിലേറ്റഡ് ഇൻ ടു ഹയർ ഫോം ഓഫ് ലൈഫ്. താഴ്ന്ന ജീവൻ ഉയർന്ന ജീവനിലേക്ക് ആഗിരണം ചെയ്യപ്പെടും. സമ്മതിക്കാവോ? അങ്ങനെ സമ്മതിച്ചേ പറ്റൂ. അങ്ങനെ അത് ലോവർ ഫോം ഓഫ് ലൈഫ് ഈസ് അസിമിലേറ്റഡ് ഇൻ ടു ഹയർ ഫോം ഓഫ് ലൈഫ്. പശു പുല്ല് തിന്നപ്പോൾ പുല്ല് പശുവായി, തോമ പശുവിനെ തിന്നപ്പോൾ പശു തോമയായി. ഇനി തോമ പോയി കുർബാന സ്വീകരിച്ചു. കുർബാന സ്വീകരിച്ചപ്പോൾ ഈശോയെ ഭക്ഷിച്ചു. ഹയർ ലൈഫ് ഏതാ? തോമയുടെ ലൈഫാണോ ഈശോയുടെ ലൈഫാണോ? അപ്പോൾ ആ പ്രിൻസിപ്പിൾ അനുസരിച്ച് തോമ ഈശോയായി മാറി. ലോവർ ഫോം ഓഫ് ലൈഫ് ഈസ് അസിമുലേറ്റഡ് ഇൻ ടു ഹയർ ഫോം ഓഫ് ലൈഫ്. ഈശോ പറയാണ്, നിങ്ങൾ എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളിലേക്ക് വരിക മാത്രമല്ല, നിങ്ങൾ ഞാനാവുകയും ചെയ്യും. നിങ്ങൾ എന്നെപ്പോലാവും. നിങ്ങൾ എൻ്റെ സാദൃശ്യത്തിലേക്ക് രൂപാന്തരപ്പെടും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. എനിക്ക് ഈശോയെ നീ സ്നേഹിച്ച പോലെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, നീ ക്ഷമിച്ച പോലെ ക്ഷമിക്കാൻ പറ്റുന്നില്ല, നീ സഹിച്ച പോലെ സഹിക്കാൻ പറ്റുന്നില്ല, നീ സംസാരിക്കുന്ന പോലെ സംസാരിക്കാൻ പറ്റുന്നില്ല, നീ എളിമപ്പെട്ട പോലെ എളിമപ്പെടാൻ പറ്റുന്നില്ല. എന്താ വഴി? പോയി ഈശോയെ സ്വീകരിക്കുക, ആ ഈശോയുടെ സഹായത്തോടെ അത് നിർവഹിക്കുക. പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ ഈശോ പറയുകയാണ്, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യും. നാലാമത്തേത് കേൾവിക്കാർ ഇറങ്ങിപ്പോകുന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ആളുകൾ എഴുന്നേറ്റിട്ട് ഓരോരുത്തരായി ഇറങ്ങിപ്പോകാൻ തുടങ്ങി. അവർ ഇറങ്ങിപ്പോകുമ്പോൾ അവർ പറഞ്ഞ വാചകം ഇതാണ്. ഈ വചനം കഠിനമാണ്, ഇത് ഗ്രഹിക്കാൻ ആർക്ക് കഴിയും? ഈ വചനം കഠിനമാണ്, ഇത് ഗ്രഹിക്കാൻ ആർക്ക് കഴിയും എന്ന് പറഞ്ഞ് കൂട്ടമായി അവർ ഇറങ്ങിപ്പോയി. എന്നെ ശ്രദ്ധിക്കുക, കർത്താവ് ഈശോ മിശിഹായുടെ മുമ്പിൽ നിന്ന് ഒരാൾ ഇറങ്ങിപ്പോയാൽ, യേശുവിൻ്റെ ഹൃദയം കാണാതെ പോയ ഒരാടിനെ തെരഞ്ഞ് 99 മരുഭൂമിയിൽ ഉപേക്ഷിച്ചിട്ട് കാണാതെ പോയ ഒരാടിനെ തെരഞ്ഞു പോകുന്ന ഇടയനാണ് യേശു. ആ യേശുവിൻ്റെ മുമ്പിൽ നിന്ന് ഒരാൾ ഇറങ്ങിപ്പോയാൽ പോലും കർത്താവ് അവരെ തേടി ചെല്ലും. എന്നാൽ ആയിരക്കണക്കിന് ആളുകൾ ദയാദാക്ഷിണ്യമില്ലാതെ യേശുവിൻ്റെ കൺമുമ്പിൽ നിന്ന് അവൻ്റെ പ്രസ്താവന ഗ്രഹിക്കാനാവാത്ത വിധം കഠിനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിറുപിറുത്തും പരാതിപ്പെട്ടും കൂട്ടമായി ഇറങ്ങിപ്പോകുമ്പോൾ യേശു ഒരൊറ്റയാളെ പോലും തിരിച്ചു വിളിച്ചില്ല എന്ന് മാത്രമല്ല, കൂട്ടത്തിൽ നിന്നവരോട് പോലും പറഞ്ഞു, വേണമെങ്കിൽ നിങ്ങളും പൊക്കൊള്ളുക. അപ്പൊ ചോദിക്കണം, അതെന്തുകൊണ്ടാണ്? ആർദ്രമായ ഒരു മാതൃഹൃദയം പോലെ ഇറങ്ങിപ്പോകുന്നവരുടെ പിന്നാലെ അലയാൻ തിടുക്കം കൂട്ടുന്ന നിന്റെ സ്നേഹഹൃദയം എന്തുകൊണ്ടാണ്? ആയിരങ്ങൾ നിന്റെ മുമ്പിൽ നിന്ന്
നിന്റെ ശരീരം ഭക്ഷിക്കണം, രക്തം പാനം ചെയ്യണമെന്ന പ്രസ്താവന ഗ്രഹിക്കാനാവുന്നില്ല എന്ന് പറഞ്ഞ് കൂട്ടം കൂട്ടമായിട്ട് ഇറങ്ങിപ്പോയപ്പോൾ നീ എന്തുകൊണ്ടാണ് തിരികെ വിളിക്കാതിരുന്നത് എന്ന് യേശുവിനോട് ചോദിച്ചാൽ ഈശോ മറുപടി പറയും, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ അവർക്ക് ജീവൻ ഉണ്ടാവില്ല. അതുകൊണ്ട് എൻ്റെ ശരീരം ഭക്ഷിക്കണം, എൻ്റെ രക്തം പാനം ചെയ്യണം എന്ന വിഷയം മനസ്സിലാകാത്ത ആരും തന്നെ ഇവിടെ നിന്നിട്ട് യാതൊരു കാര്യമില്ല. അവർ പോകുന്നതാണ് നല്ലത്. സഭാചരിത്രത്തിലെ സഭാഗാത്രത്തിലെ ആദ്യത്തെ വിഭജനം 3-ാം നൂറ്റാണ്ടിലല്ല, 5-ാം നൂറ്റാണ്ടിലല്ല, 15-ാം നൂറ്റാണ്ടിലല്ല. സഭാഗാത്രത്തിലെ ആദ്യത്തെ വിഭജനം യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 60-ാമത്തെ വാക്യം മുതലാണ്. ഇത് കേട്ട് അവന്റെ ശിഷ്യന്മാര് അവനെതിരെ പിറുപിറുത്തിട്ട് ഇറങ്ങിപ്പോവാൻ തുടങ്ങി. സഭയിൽ നിന്ന് കുർബാന മനസ്സിലാവുന്നില്ലെന്ന് പറഞ്ഞ്, അവന്റെ ശരീരം ഭക്ഷിക്കണം, രക്തം പാനം ചെയ്യണമെന്ന അടിസ്ഥാന പ്രബോധനം മനസ്സിലാവുന്നില്ലെന്ന് പറഞ്ഞ ആളുകൾ ഇറങ്ങിപ്പോകുമ്പോൾ യേശു തിരിച്ചു വിളിച്ചില്ലെന്ന് മാത്രമല്ല, ഊണിലും ഉറക്കത്തിലും നിഴല് പോലെ നിതാന്തമായി പിന്നാലെ അലഞ്ഞ അവന്റെ 12 പേരോട് അവൻ പറഞ്ഞു, വേണമെങ്കിൽ നിങ്ങളും പൊക്കൊള്ളുക. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയാ. കേൾവിക്കാര് ഇറങ്ങിപ്പോകുമ്പോൾ 5-ാമത്തേത് ഈശോ തന്റെ നയം വ്യക്തമാക്കുന്നു. ലോകത്തുള്ള സകല മനുഷ്യരും ഇത് മനസ്സിലാവുന്നില്ലെന്ന് പറഞ്ഞിറങ്ങിപ്പോയാലും ഈ വിഷയത്തിൽ വെള്ളം ചേർക്കാൻ ഞാൻ തയ്യാറല്ല. നിങ്ങൾ എൻ്റെ ശരീരം ഭക്ഷിക്കണം, എൻ്റെ രക്തം പാനം ചെയ്യണം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഇതാണ് എനിക്കിന്ന് നിങ്ങളോട് പറയാനുള്ള ആദ്യ ഭാഗം എന്ന് പറഞ്ഞാൽ, കർത്താവ് ഈശോ മിശിഹായ്ക്ക് ഈ വിഷയത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. നമുക്ക് മനസ്സിലായാലും ഇല്ലെങ്കിലും, നമ്മൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും, നമ്മൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും, കർത്താവ് ഈ വിഷയത്തിൽ ഒട്ടും വിട്ടുവീഴ്ച ചെയ്യാത്ത ആളാണ് എന്നാണ് യോഹന്നാൻ വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലായത്. അത് ഞാൻ നിങ്ങളോട് പങ്കുവെക്കും. ഇനി അടുത്തത്, നമ്മൾ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കുകയും ഈശോയെ ആരാധിക്കുകയൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ പ്രായോഗികമായിട്ട് നമ്മൾ രൂപപ്പെടുത്തേണ്ട ചില ബോധ്യങ്ങളുണ്ട്. ഞാൻ 2-3 തലങ്ങൾ പെട്ടെന്നൊന്ന് സ്പർശിച്ച് പോകാം. ഒന്നാമത്തേത്, എന്തുകൊണ്ടാണ് നമ്മൾ വിശുദ്ധ കുർബാന ഇത്രയും വിലയുള്ളതായി കാണേണ്ടത്? ഞാൻ അതിനെക്കുറിച്ച് ഒരുപാട് വർഷങ്ങളായിട്ട് ആലോചിച്ചിട്ടുണ്ട്. അതായത്, എന്തുകൊണ്ടാണ് നമ്മൾ വിശുദ്ധ കുർബാന ഇത്രയും ഗൗരവമായി കാണേണ്ടത്? അതിനെനിക്ക് മനസ്സിലായിട്ടുള്ള കാരണങ്ങൾ ഞാൻ പറയുകയാണ്. അതായത്, ഇങ്ങനെ വിചാരിക്കുക, ഒരു ഉദാഹരണം. എൻ്റെ ഒരു സ്നേഹിതൻ എൻ്റെ അടുത്ത് വന്ന് എന്നോട് ചോദിക്കുകയാണ്, അച്ഛാ, എനിക്കൊരു 100 രൂപ തരാമോ? ഞാൻ അയാളോട് പറയുന്നു, 100 രൂപ, 500 രൂപ തരാം. നീ എൻ്റെ സ്നേഹിതനല്ലേ, നീ ആവശ്യക്കാരനല്ലേ, 500 തരാടാ. അവൻ പറയുന്നു, 500 വേണ്ട, 100 മതി. ഞാൻ പറയുന്നു, ഏട്ടാ, എൻ്റെ 5000 ഉണ്ടടാ, ഞാൻ 500 തരാം. അപ്പോൾ അവൻ പറയുന്നില്ല, എനിക്ക് 100 മതി എന്ന് പറഞ്ഞ് 100 രൂപ അവൻ വാങ്ങി. എനിക്ക് അച്ഛൻ്റെ ഓർമ്മയ്ക്കായിട്ട് സൂക്ഷിച്ചു വെക്കാനാണ്, സ്നേഹം കൊണ്ടാണ് എന്ന് പറഞ്ഞ് അത് വാങ്ങുന്നു. ഇത് കണ്ട് മറ്റൊരാൾ, ഞാൻ ഈ 100 രൂപ കൊടുത്ത സ്നേഹിതനെക്കാളും ആഴത്തിൽ എനിക്ക് ആത്മബന്ധമുള്ള മറ്റൊരാൾ എന്നോട് വന്നിട്ട് എന്നോട് ചോദിക്കുന്നു, അച്ഛാ, അച്ഛൻ്റെ വലത്ത് കൈ മുറിച്ചു തരാമോ? ഞാൻ പറയുന്നത്, നീ തമാശ പറയുകയാണ്. അപ്പം അയാൾ പറയുന്നല്ല, അച്ഛാ, എനിക്ക് അച്ഛൻ്റെ വലത് കൈ മുറിച്ചു തരാമോ? ഞാൻ പറയുന്നു, എടാ, വലത് കൈ മുറിച്ചു തന്നാൽ പിന്നെ എനിക്ക് വേറെ വലത് കൈ ഇല്ലല്ലോ. ഇല്ലല്ല അച്ഛാ, എനിക്ക് സ്നേഹം ഉണ്ടെങ്കിൽ താച്ചാ, ഞാനത് അച്ഛനോടൊരു സ്നേഹം കൊണ്ട് ഒരു തർക്കത്തിന് സമ്മതിക്കാൻ, അല്ലെ ഒരു ഉദാഹരണത്തിന് സമ്മതിക്കാൻ ഞാൻ ഈ കൈ മുറിച്ചു കൊടുത്തെന്ന് വിചാരിക്കുക. ഈ 100 രൂപ വാങ്ങിയവനും എൻ്റെ കൈ മുറിച്ചുകൊണ്ട് പോയവനും കൃതാർത്ഥനായിട്ട് നടന്നു പോകുന്നത് അതേ കൃതാർത്ഥതയോടെ ഞാൻ നോക്കി നിൽക്കുകയാണ്, സംതൃപ്തിയോടെ ഞാൻ കാണുകയാണ്. ഈ 100 രൂപ വാങ്ങിയവൻ അത് പല കഷണങ്ങളായി കീറി ഇങ്ങനെ വായുവിലേക്ക് എറിഞ്ഞു കളിക്കുന്നു. എൻ്റെ കൈപ്പത്തി മുറിച്ചുകൊണ്ട് പോയവൻ അതിനേക്കാൾ ആഹ്ലാദത്തോടെ ഒരു കത്തിയെടുത്ത് എൻ്റെ കൈ ഇങ്ങനെ പല കഷണങ്ങളായി അരിഞ്ഞ് അതും വായുവിലേക്ക് വിതറുന്നു. ചോദ്യം ഇതാണ്, 100 രൂപ വാങ്ങിക്കൊണ്ടുപോയി പാഴാക്കി കളഞ്ഞവനോടാണോ, കൈപ്പത്തി മുറിച്ചുകൊണ്ട് പോയി പാഴാക്കി കളഞ്ഞവനോടാണോ, ആരോടാണ് എനിക്ക് സങ്കടവും ദുഃഖവും ദേഷ്യവും ഒക്കെ തോന്നാൻ സാധ്യതയുള്ളത്? ഉത്തരം വളരെ ലളിതമാണ്, കൈ കൊണ്ടുപോയവനോടാണ്. അങ്ങനെയാണെങ്കിൽ ചോദിക്കണം, എന്തുകൊണ്ടെന്നൊരു ചോദ്യം ചോദിച്ചാൽ ഉത്തരം ഒന്നേ ഉള്ളൂ, എനിക്ക് ഈ വലത്ത് കൈക്ക് പകരം വേറൊരു വലത്ത് കൈ ഇല്ല. ഇത് മുറിച്ചെടുക്കാൻ ഞാൻ നല്ലതുപോലെ നൊന്തിട്ടാടാ ഞാനിത് മുറിച്ച് നിനക്ക് തന്നത്. ഇത് മുറിക്കുമ്പോഴും മുറിച്ചതിന് ശേഷവും
ഞാൻ അതിനെ പ്രതി ഒത്തിരി നൊന്തിട്ടുണ്ടടാ, അങ്ങനെയാണ് നിനക്ക് തന്നത്. എൻ്റെ വലത് കൈ മുറിച്ചുകൊണ്ട് പോയവനോടാണ് എനിക്ക് വേദനയും സങ്കടവും തോന്നാൻ സാധ്യതയുള്ളത്. കാരണം ഈ വലത് കൈക്ക് പകരം മറ്റൊരു വലത് കൈയില്ല, ഇത് കൊടുക്കാൻ ഞാൻ ഒത്തിരി നൊന്തതാണ്. എന്തുകൊണ്ടാണ് വിശുദ്ധ കുർബാന ഇത്രയും വിലപ്പെട്ടതായി മാറുന്നത് എന്ന ചോദ്യത്തിന് എനിക്ക് കിട്ടിയ ഉത്തരം ഇതാണ്: ഈശോ ഇത്രയും വേദന സഹിച്ച് മറ്റൊരു സമ്മാനം ലോകത്തിന് തന്നിട്ടില്ല. ഇതിനേക്കാൾ വേദന സഹിച്ച് മറ്റൊരു സമ്മാനം ഈശോ ലോകത്തിന് സമ്മാനിച്ചിട്ടില്ല. കാനായിലെ കല്യാണ വിരുന്നിൽ വെള്ളം വീഞ്ഞാക്കാൻ യേശുവിന് തൻ്റെ ശരീരത്തിൽ സഹിക്കേണ്ടി വന്നിട്ടില്ല. 5 അപ്പം 5000 വർദ്ധിപ്പിക്കുന്നതിനോ, അന്ധൻ്റെ കണ്ണിലേക്ക് കാഴ്ചയുടെ തിരിവെളിച്ചം കൊളുത്തുന്നതിനോ, ബധിരൻ്റെ കാതുകളിൽ ശ്രവണം സാധ്യമാക്കുന്നതിനോ, മുടന്തനെ മാനിനെ പോലെ കുതിച്ചു പായാൻ ഇടയാക്കുന്നതിനോ, വെള്ളത്തിന് മീതെ നടക്കുന്നതിനോ, അപ്പം വർദ്ധിപ്പിക്കുന്നതിനോ ഒന്നും യേശു സ്വന്തം ശരീരത്തിൽ സഹിക്കേണ്ടി വന്നിട്ടില്ല. പഴയ നിയമത്തിലും ഇതേ അത്ഭുതങ്ങൾ അന്നും ഉണ്ടായിരുന്നു. അതായത് വീട്, വാഹനം, ജോലി, അഭിവൃദ്ധി, സാമ്പത്തിക പുരോഗതി, ഇത്തരം അനുഗ്രഹങ്ങളെല്ലാം തന്നെ പഴയ നിയമകാലത്തെ ജനതയ്ക്ക് ലഭിച്ചിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ ഈശോയുടെ വരവോടുകൂടി മാത്രം നമുക്ക് ലഭിക്കുന്നതും പഴയ നിയമത്തിൽ ഇല്ലാതിരുന്നതുമായ ഒരേ ഒരു അനുഗ്രഹമാണ് ഈ പരിശുദ്ധ കുർബാന എന്ന് പറയുന്ന അനുഗ്രഹം. പഴയ നിയമത്തിലെ ഒരനുഗ്രഹവും തരാൻ ഈശോയ്ക്ക് സ്വന്തം ശരീരത്തിൽ സഹിക്കേണ്ടി വന്നിട്ടില്ല. എന്നാൽ കർത്താവ് ഈശോ മിശിഹ സ്വന്തം ശരീരത്തിൽ ആവോളം ഒരു മനുഷ്യന് സാധ്യമാകുന്നതിൽ വെച്ച് പരമാവധി വേദന, ഉഗ്രമായ, കഠിനവും കഠോരവുമായ വേദന സഹിച്ച് നമുക്ക് തന്ന സമ്മാനമാണ് കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീര രക്തങ്ങൾ. ഈശോ മിശിഹ കാലിത്തൊഴുത്തിൻ്റെ അനാഥത്വങ്ങളിലേക്ക് പിറന്നു വീണത് കുർബാനയാവാനാണ്. ഈജിപ്തിൻ്റെ പലായനത്തിൻ്റെ മണ്ണിലേക്ക് അമ്മയുടെ മാറുപറ്റി -ഡിഗ്രി ഊഷ്മാവിൽ തണുത്തുറഞ്ഞു കിടക്കുന്ന മലമ്പ്രദേശത്തു കൂടി അമ്മയുടെ മാറുപറ്റി കിടന്നൊരു ഓമന കുഞ്ഞ് അഭയാർത്ഥികളുടെ കണ്ണീരുണങ്ങാത്ത മണ്ണിലേക്ക് പലായനം ചെയ്തത് കുർബാനയാവാനാണ്. ഈജിപ്തിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു എന്ന പ്രവാചക വചനത്തെ അന്വർത്ഥമാക്കുമാർ ഒടുവിൽ നസറത്തിലേക്ക് മടങ്ങിയെത്തുമ്പോൾ മാതാപിതാക്കൾക്ക് വിധേയനായി 30 കൊല്ലം അനുസരണത്തോടും വിധേയത്വത്തോടും കൂടി ഈശോ ജീവിച്ചത് കുർബാനയാവാനാണ്. അവൻ നന്മ ചെയ്ത് ചുറ്റി സഞ്ചരിച്ചുവെന്ന് അവൻ്റെ 3 വർഷത്തെ പരസ്യ ജീവിതത്തെ സുവിശേഷകന്മാർ സംഗ്രഹിക്കുമ്പോൾ അവൻ അങ്ങനെ നന്മ മാത്രം ചെയ്ത് ചുറ്റി സഞ്ചരിച്ചത് കുർബാനയാവാനാണ്. ഒടുവിൽ പാനപാത്രം കണ്ണീരായി പെയ്തിറങ്ങിയ സന്ധ്യയിൽ ശിഷ്യന്മാരുടെ മധ്യത്തിൽ വെച്ച് അപ്പമെടുത്തും പാനപാത്രം എടുത്തും ഉയർത്തി എൻ്റെ ശരീരവും രക്തവുമാണെന്ന് പറഞ്ഞ് സങ്കടം ഒരു ചില്ലുമഴ പോലെ പെയ്തിറങ്ങിയ ആ സന്ധ്യയിൽ തൻ്റെ ശരീരരക്തങ്ങൾ കുരിശിൽ നേദിക്കപ്പെടാൻ പോകുന്നതിന് മുമ്പായി ശരീരരക്തങ്ങൾ സമ്മാനിക്കുന്നത് കുർബാനയാവാനാണ്. ഗത്സമൻ തോട്ടത്തിൽ ഒലിവുമരത്തിൻ്റെ ചുവട്ടിൽ കൈമുട്ടുകൾ കുത്തിയിരുന്ന് അപ്പാ കഴിയുമെങ്കിൽ ഈ പാനപാത്രം അകന്നു പോകണമേ എന്ന് ഇടനെഞ്ചു പൊട്ടി അപ്പൻ്റെ സ്നേഹിക്കുന്ന നാമം വിളിച്ച് അപ്പാ എന്ന് വിളിച്ച് കരഞ്ഞത് കുർബാനയാവാനാണ്. സമയമായിരിക്കുന്നു പോകാമെന്ന് പറഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ ഒരു കൈയിൽ കത്തിച്ചു പിടിച്ച തീപ്പന്തങ്ങളും മറുകൈയിൽ മാരകായുധങ്ങളുമായി പട്ടാളക്കാർ നടന്നു വരുമ്പോൾ അവർക്ക് മുമ്പിലായി ഒരേ പായയിൽ ഉറങ്ങുകയും ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷിക്കുകയും ഒരേ സ്വപ്നങ്ങൾ പങ്കിടുകയും ചെയ്ത ശിഷ്യന്മാർ 12 പേരിൽ ഒരാൾ ഗുരു സ്വസ്തി എന്ന് പറഞ്ഞ് അവൻ്റെ മുഖത്ത് സ്നേഹത്തിൻ്റെ ചുടുചുംബനം കൊടുത്ത് അവനെ ഒറ്റിക്കൊടുക്കുമ്പോൾ സ്നേഹിത ചുംബനം കൊണ്ടാണോ നിന്റെ ഗുരുവിനെ നീ ഒറ്റിക്കൊടുക്കുന്നതെന്ന് പറഞ്ഞ് അവൻ്റെ വിചാരണ സ്ഥലത്തേക്ക് വലിച്ചിഴക്കപ്പെട്ടത് കുർബാനയാവാനാണ്. സന്ധ്യ മയങ്ങിക്കഴിഞ്ഞാൽ ആരെയും വിചാരണ ചെയ്തുകൂടാ എന്ന് അലിഖിത നിയമമുണ്ടായിരുന്ന യഹൂദൻ്റെ 4 കോടതികളാണ് ഒരു രാത്രിയിൽ യേശുവിനെ വിചാരണ ചെയ്തത്. അന്നാസിൻ്റെയും കയ്യാപ്പാസിൻ്റെയും പീലാത്തോസിൻ്റെയും ഹെറോദിൻ്റെയും കോടതി മുറികളിൽ നീചനും നിന്ദിനും നഗ്നനും നാണം കെട്ടവനുമായി നിസ്സഹായനായി ഒരക്ഷരം പോലും ഉരിയാടാനാവാതെ വേദനിച്ചും തപിച്ചും ദുഃഖിച്ചും തകർന്നു നിന്നത് കുർബാനയാവാനാണ്. ആ രാത്രിയിൽ അവനെ ഇട്ടിരുന്നൊരു കിടങ്ങ് ജെറുസലേമിൽ ഇപ്പോഴുമുണ്ട്. വിശുദ്ധ നാട്ടിൽ ചെല്ലുന്നവർക്ക് കാണാം, അതിനകത്ത് ഇറങ്ങാം. കപ്പിയിൽ കയറ് കെട്ടി വെള്ളം കോരാൻ തൊട്ടിയിറക്കുന്നത് പോലെ ഈ 33കാരനെ ദേഹമാസകലം പ്രകരമേറ്റ ഈ മനുഷ്യനെ ഈ കപ്പിയിൽ കെട്ടി താഴേക്കിറക്കി ആ കിടങ്ങിലിട്ട് ആ രാത്രി മുഴുവൻ അവൻ ആ മഹാവേദന സഹിച്ച കിടങ്ങിൽ തണുത്ത് വിറച്ച് കിടന്നത് കുർബാനയാവാനാണ്.
പീലാത്തോസിന്റെ അരമനപ്രത്തോറിയത്തിൽ നാണം കെട്ടവനെ പോലെ നിന്നത് കുർബാനയാവാനാണ്. ചാട്ടവാറടിയേറ്റത് കാരിനും പാണികളും ഈയക്കട്ടകളും എല്ലിൻ കഷണങ്ങളും ചേർത്തുണ്ടാക്കിയ മാരകായുധത്തിന്റെ പേരായിരുന്നു ചാട്ട. ആ ചാട്ട കൊണ്ട് 33കാരൻ്റെ ശരീരത്തിലേക്ക് കായിക ശക്തിയുള്ള കാരിരുമ്പിന്റെ കരുത്തുള്ള കഠോരഹൃദയനായ പട്ടാളക്കാര് മാറി മാറി ആഞ്ഞടിക്കുമ്പോൾ അടിച്ചവന്റെ ശരീരത്തിലേക്ക് ആഞ്ഞു പതിക്കുന്ന ചാട്ട തിരികെ വലിക്കുമ്പോൾ മാംസത്തുണ്ടുകൾ പറഞ്ഞു പോരുന്ന മഹാമാരക മരണവേദന അനുഭവിച്ചത് കുർബാനയാവാനാണ്. ചാട്ടവാറ് കൊണ്ട് അവനെ ആഞ്ഞടിച്ച് അവന്റെ ശരീരം മുഴുവൻ തല്ലിത്തകർത്ത് ഇഞ്ചോടിഞ്ച് നുറുങ്ങി നോവുന്ന മാരക മഹാവേദനയിലേക്ക് അവനെ തള്ളിയിട്ടിട്ട് ഒടുവിൽ വീണ്ടും വസ്ത്രം ധരിപ്പിച്ച് അവനെ വലിച്ചിഴച്ച് കൊണ്ടുപോകുമ്പോൾ ആ മഹാവേദനകൾക്ക് നടുവിലൂടെ രക്തം ചിന്തി അവൻ നീങ്ങിയത് കുർബാനയാവാനാണ്. പിറ്റേ ദിവസം രാവിലെ അവനെ വസ്ത്രങ്ങൾ ധരിപ്പിച്ച് കാൽവരിയുടെ നെറുകയിലേക്ക് കുരിശും അവൻ്റെ തോളിൽ വെച്ച് കൊടുത്ത് കൊണ്ടുപോകുമ്പോൾ ചരിത്രകാരന്മാരായ ജോസേഫുസും ഒക്ടേവിയനും ഒക്കെ എഴുതിയിട്ടുണ്ട്, നമ്മൾ കാണുന്ന കുരിശിൻ്റെ വഴികളിലെ ചിത്രങ്ങളിൽ പോലെയല്ല കാര്യങ്ങളും നിറവേറിയതെന്ന്. കുരിശിൻ്റെ നെടുകയുള്ള ഭാഗം നേരത്തെ തന്നെ മലയുടെ മുകളിൽ നാട്ടിയിരുന്നു. കുറുകെയുള്ള ഭാഗം കുറ്റവാളിയുടെ പിൻകഴുത്തിലേക്ക് ചേർത്ത് വെച്ച് കൈകൾ വിരിച്ചു വെച്ച് കുരിശാകൃതിയിൽ കെട്ടി അങ്ങനെയാണ് അവനെ കുരിശുമരത്തിലേക്ക് നയിച്ചത്. അങ്ങനെ പോകുന്ന വഴിക്ക് കുരിശിൻ്റെ വഴിയുടെ പ്രാർത്ഥനയിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ 3 തവണ വീണു എന്ന്. 3 എന്നത് പ്രാർത്ഥിക്കാൻ വേണ്ടി സഭ നിജപ്പെടുത്തി തന്ന ചുരുക്കി തന്ന സംഖ്യയാണ്. 3 ആയാലും 30 ആയാലും 300 ആയാലും വീഴുന്നവൻ വീഴുന്നത് മുഖമിടിച്ചാണ്. അങ്ങനെ മുഖമിടിച്ച് നിലത്ത് വീഴുമ്പോൾ, സിയോന്റെ കൽവഴികളിൽ അവൻ്റെ മുഖമിടിച്ച് തകരുമ്പോൾ ആ മഹാവേദന സഹിച്ചത് കുർബാനയാവാനാണ്. കാൽവരിയിലേക്കുള്ള കൊലക്കളത്തിലേക്കുള്ള യാത്രക്കിടയിൽ മകൻ്റെ ചോര വീണ് ഉറഞ്ഞ മണ്ണിൽ ഒരമ്മയുടെ കണ്ണീര് വീണുടഞ്ഞത് മകനെ കുർബാനയാക്കാനാണ്. ചാട്ടവാറ് കൊണ്ട് തല്ലിത്തകർത്ത ശരീരത്തിലേക്ക് വീണ്ടും വസ്ത്രം ധരിച്ചിട്ട് കാൽവരിയുടെ നെറുകയിലെത്തിക്കഴിയുമ്പോൾ ആ വസ്ത്രം വീണ്ടും വലിച്ചു പറിച്ചെടുക്കുമ്പോൾ മാംസവും രക്തവും ഒരുമിച്ച് പറഞ്ഞു പോരുന്ന വേദന സഹിച്ചതും കുർബാനയാവാനാണ്. അവൻ്റെ മുഖത്ത് തുപ്പി, അവൻ്റെ വിലാവിൽ കുത്തി, അവനെ പരിഹാസ രാജാവാക്കി, തലയിൽ മുൾക്കിരീടം ആഴ്ത്തിയിറക്കി. ഒരു പുരുഷായുസ്സിൽ ഒരു മനുഷ്യൻ കടന്നു പോകാൻ സാധ്യതയുള്ള മഹാവേദനയുടെ ആധിക്യത്തിൻ്റെ നടുവിൽ ഒരു മനുഷ്യനെല്ലാം പഞ്ചപുച്ഛമടക്കി മൗനമായി നിശബ്ദനായി നിസ്സഹായനായി നിന്ന് സഹിച്ചത് കുർബാനയാവാനാണ്. ഒടുവിൽ നിർണായകമായ കഴുമരത്തിൻ്റെ മുകളിൽ അവനെ കിടത്തിയിട്ട് കൈകാലുകൾ വലിച്ചു നീട്ടിയിട്ട് 4-5 ഇഞ്ച് നീളമുള്ള കാരിരുമ്പിൻ്റെ ആണി കരുത്തുറ്റ പടയാളി അവൻ്റെ കൈത്തണ്ടയിലും കണങ്കാലുകളിലേക്കും ആഞ്ഞടിച്ചിറക്കുമ്പോൾ ആ മഹാവേദന സഹിച്ചതും കുർബാനയാവാനാണ്. കുരിശിൽ കിടന്നുകൊണ്ട് നിർണായകമായൊരു നിലവിളി ദിഗന്ധങ്ങളെ ഭേദിച്ച ചക്രവാളങ്ങളെ കീറിമുറിച്ചുകൊണ്ട് കുരിശിൽ നിന്നുയർന്നു, ഏലി ഏലി ലമാ സബക്താനി, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ടാണ് നീ എന്നെ കൈവിട്ടതെന്ന് ഭൂമിയിൽ ഏത് പാപിയും നിലവിളിക്കുന്ന നിലവിളി കുരിശിൽ കിടന്നുകൊണ്ട് നിലവിളിച്ച് പൊട്ടിക്കരഞ്ഞത് കുർബാനയാവാനാണ്. ദുഃഖം പോലെ പേമാരി പെയ്തിറങ്ങിയ ഒരു സന്ധിയിൽ കുരിശിൽ നിന്ന് താഴെയിറക്കിയ മകൻ്റെ വാടിയ ചേമ്പിൻ തണ്ട് പോലെ തളർന്നു കിടക്കുന്ന മൃതദേഹത്തെ മടിയിൽ കിടത്തി ഒരമ്മ വാവിട്ട് കരഞ്ഞത് മകനെ കുർബാനയാക്കാനാണ്. ഒടുവിൽ കടം വാങ്ങിയ കല്ലറയിൽ അടക്കം വരെ, കാലിത്തൊഴുത്ത് മുതൽ ആ കല്ലിടാവ് വരെ, ആ കല്ലറ വരെ ഭയാനകമായ മരണവേദന സഹിച്ച് ഈശോ തന്ന ഈ സമ്മാനം തരാൻ വേണ്ടി ഈശോ സഹിച്ചതുപോലെ ഈശോ മറ്റൊന്നിനും വേണ്ടി സഹിച്ചിട്ടില്ല. സമ്മാനത്തിൻ്റെ വില, സമ്മാനം തരാൻ ഒരാളെടുത്ത വേദനയുടെ വിലയാണ്. സോ അബ്യൂസിങ് ദ ഗിഫ്റ്റ് ഈസ് അബ്യൂസിങ് ദ ഗിവർ. സമ്മാനത്തെ നിന്ദിക്കുന്നത് സമ്മാനദാതാവിനെ നിന്ദിക്കുന്നതിന് തുല്യമാണ്. ഈശോ ഇത്രയും മരണകരമായ ഭയാനകമായ വേദന സഹിച്ച് നമുക്ക് തന്ന അമൂല്യമായ ഈ സമ്മാനത്തെ പുറങ്കാല് കൊണ്ട് തട്ടിത്തെറിപ്പിക്കുന്നത്, നിർദാക്ഷിണ്യം അവഗണനയോടെ തള്ളിമാറ്റുന്നത്, ആട്ടിയകറ്റുന്നത്, തള്ളിമാറ്റുന്നത്, എൻ്റെ പ്രിയജനമേ, ഇത് മരണകരമായ മാരകപാപമാണ്. ഇത് മരണത്തിനർഹമായ മാരകപാപമാണ്. അവർക്ക് പറയാം ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, ഈ സന്ധ്യയിൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ ഈശോയെ സ്നേഹിക്കുന്നെങ്കിൽ, അമ്മ ത്രേസ്യ സ്നേഹം കൊണ്ട് ഹൃദയം പൊട്ടിപ്പോകുന്നൊരവസ്ഥയിൽ ഈശോയോട് ചോദിച്ചു, ഈശോ എനിക്ക് സ്നേഹം കൊണ്ട് എൻ്റെ ഹൃദയം പൊട്ടുന്നു, ഞാൻ എങ്ങനെയാണ് നിന്നെ സ്നേഹിക്കേണ്ടത്? ഈശോ പറഞ്ഞു, പോയി ഒരു വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുക. ഈശോയെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങൾ ഈശോയുടെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങൾ ഈശോയെ ജീവന് തുല്യം വിലമതിക്കുന്നെങ്കിൽ, നിങ്ങൾ വിശുദ്ധ കുർബാനയെ സ്നേഹിക്കുന്നവരായി മാറുക. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കരുണയുടെ വലിയ കൂടാരമാണിത്.
അതിശക്തമായ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഒഴുകി ഇറങ്ങുന്ന, ദൈവത്തിൻ്റെ കാരുണ്യം ഒഴുകി ഇറങ്ങുന്ന ശക്തമായ ദൈവകൃപയുടെ സമയമാണ്. ഒരു അഭിഷേകത്തിൻ്റെ കരം വെളിപ്പെടാൻ പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടയ്ക്കുക, കരങ്ങൾ ഉയർത്തുക, ശക്തമായിട്ട് സ്തുതിക്കട്ടെ. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. ഹൃദയം നൊന്ത് സ്തുതിക്കട്ടെ. ഒരു 10-20 പേര് നമ്മുടെ സ്വരം കേൾക്കട്ടെ. ഈശോയോടുള്ള സ്നേഹം വർദ്ധിക്കാനും നമ്മുടെ പ്രാർത്ഥനാ ജീവിതം മെച്ചപ്പെടാനും ദിവ്യകാരുണ്യ ഭക്തി മെച്ചപ്പെടാനും കർത്താവെ ശക്തമായ ദൈവകൃപ എൻ്റെ ജീവിതത്തിൽ ഒഴുകി ഇറങ്ങാനും പരിശുദ്ധ കുർബാനയോട് എനിക്ക് സ്നേഹം വർദ്ധിക്കാനും ഉച്ചത്തിൽ വിളിക്കുന്ന ഈശോയേ ആരാധന, 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 ആരാധന. സ്തുതിക്കട്ടെ, 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 നിർത്താതെ സ്തുതിക്കട്ടെ. ഹാലേലൂയ. യേശുവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹാലേലൂയ, ഹാലേലൂയ. വാക്കുകൾ പോരാ പോരാ നാഥ നിന്നെ ആരാധിക്കാൻ. വാക്കുകൾ പോരാ പോരാ നാഥ നിന്നെ ആരാധിക്കാൻ. ഭാഷകൾ പോരാ പോരാ രാജാവിനെ ആരാധിക്കാൻ. ഭാഷകൾ പോരാ പോരാ രാജാവിനെ ആരാധിക്കാൻ. യേശുവേ നിന്നെ കാണുവാൻ എൻ്റെ കണ്ണുകൾ പോരാ. യേശുവേ നിന്നെ കേൾക്കുവാൻ എൻ്റെ കാതുകൾ പോരാ.